ശനി വരുന്നത് ഈ വഴിക്ക് തന്നെ. ശനി കൊണ്ടേ പോവും. ആര് കൊള്ളും? ഞാൻ തന്നെ കൊള്ളും. ഇപ്പോ ഗബ്രി ഒരു പെൺകുട്ടിയെ തൊടുമ്പോൾ എന്താണ് ബൗണ്ടറി? ഗബ്രിയുടെ മനസ്സിലുള്ളത് എന്താണ്? അല്ലെങ്കിൽ ഗബ്രി എന്തർത്ഥത്തിലാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് എന്ന് അവര് ചെറുപ്പം തൊട്ട് കണ്ടു വളർന്ന് വന്നിട്ടുണ്ട്. ആലോചിച്ചിട്ട് രക്തം പിടിയും കിട്ടുന്നില്ല. അത് തന്നെയല്ലേ ഞാനിപ്പോ പറഞ്ഞത്. എവിടെയോ വെച്ച് കണ്ട പരിചയമുണ്ട്. കൊച്ചിനെ പോലെ അവൾക്ക് ഈ ആൺസുഹൃത്തുക്കൾ, അതായത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സുഹൃത്തുക്കളുണ്ട്. ഇവിടെ വരുന്ന സമയത്ത് ഈ ദേഹത്ത് അടിച്ചും പിടിച്ചും അത് നമ്മളത്ര കാര്യമാക്കി എടുക്കും. നല്ല ബെസ്റ്റ് ഫാമിലി, എല്ലാവർക്കും വട്ടാവും. ഗബ്രി അങ്ങനെ റിലേഷൻഷിപ്പിലായിരുന്ന അല്ലെങ്കിൽ വിവാഹം ഉറപ്പിച്ച ഒരാളാണ് ബിഗ് ബോസ് ഹൗസിലെ ഇത്തരം സീനുകൾ കാണുകയാണെങ്കിൽ ഗബ്രി വേണ്ടാന്ന് വെക്കുമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ പൊറുക്കി ആർക്കലാം എനിക്ക് വരപ്പുറ പൊണ്ടാട്ടി വെറുതെ എച്ചിലാർക്കെ കൂടാതെ എനിക്കൊരു കമ്മിറ്റ്മെന്റ് തന്ന് എന്നെ പ്രണയിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി മറ്റൊരു ഷോയിൽ അല്ലെങ്കിൽ എന്ത് സാഹചര്യത്തിലും മറ്റൊരാളോട് ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ അത് ബഹുമാനപ്പെട്ട എനിക്ക് പറയാനുള്ള ഒന്ന് മാത്രമാണ്, ഇവൻ കള്ളനാണ്, ഇവന്റെ തന്ത പെരും കള്ളനാണ്. അങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റുപറ്റിയെന്ന് തോന്നുന്നുണ്ടോ ഗബ്രിക്ക്? എനിക്ക് തെറ്റുപറ്റിയെന്ന് എനിക്ക് തോന്നുന്നില്ല. ജാസ്മിന് തോന്നിയിട്ടുണ്ടോ? ജാസ്മിനെ തെറ്റുപറ്റിയിട്ടുണ്ടെന്ന് പറയാനായിട്ട് എനിക്ക് ഇപ്പോൾ താല്പര്യം. വിടില്ല നിന്നെ ഞാൻ. എന്തിനെ നീ ചതിച്ചു എന്ന് പറയാതെ വിടില്ല. ആയിട്ടുള്ള രീതിയിൽ ആ വീടിന്റെ അകത്തുള്ളവർ തന്നെ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു സാഹചര്യം. ഇവൻ പറയുന്ന നോക്കണ്ട, ഇവനിപ്പോ ഇങ്ങനെ ഇവന്റെ സമനില ആകെ തകർന്നിരിക്കുക. ബി ഹൗസിന് പുറത്തിറങ്ങിയ ശേഷം ജാസ്മിനായിട്ടുള്ള പ്രണയം വെറും ഗെയിം മാത്രമാണെന്ന് ഗബ്രി പറഞ്ഞത് വളരെ മോശമായി. പറഞ്ഞിട്ടില്ല. കള്ളം പറയരുത്. ഞാൻ എവിക്ട് ആയ എപ്പിസോഡിന്റെ വിഷ്വൽസ് കണ്ടിട്ട് ആ എപ്പിസോഡിന്റെ വിഷ്വൽസിന്റെ താഴെ കമന്റ് സെക്ഷൻ ഒന്ന് വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിനുള്ള ഉത്തരം മനസ്സിലാവും. എന്തിനാണോ പാവത്തിന് തെറി പറഞ്ഞത്? ഷോ കണ്ടിട്ടല്ല ക്രിട്ടിസൈസ് ചെയ്യുന്നത്. ഒരു 30 സെക്കൻഡ് റീലോ 1 മിനിറ്റ് യൂട്യൂബ് വീഡിയോ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് യൂട്യൂബ് റിവ്യൂ കണ്ടിട്ടാണ്. അതുകൊണ്ട് ഇപ്പൊ എന്താ ആയാലും ഇങ്ങനെ കൂടെ നിൽക്കണം ഗബ്രി ഇഷ്ടം മാത്രം. ഞാനൊരു വലിയ സംഭവം അല്ലേ? ഞാൻ പോകുന്നു. ബൈ ബൈ.